ഫാമിലി, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളായി ഞാനൊരു സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട്, ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്തു നോക്കാമെന്ന് വെച്ചു. കാരണം സ്കിന്ന് മുഴുവനും ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നതാ, ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുക. അപ്പം എനിക്ക് എന്തായാലും ഒരാഴ്ച ആനുവൽ ലീവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ആനുവൽ ലീവ് എൻ്റെ ശരീരം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറേനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ഇച്ചിരി മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും. ക്യാമറേനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കോൾസ് ഒക്കെ മാക്സിമം ഇങ്ങനെ ഒഴിവാക്കി വിടാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ തപ്പൽ വരുന്നത്, അല്ലാണ്ട് സംസാരിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. എനിക്ക് ഈ ക്യാമറേനെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഈ വാക്കുകൾ തമ്മിൽ ഈ തപ്പൽ വന്ന് ഇടയ്ക്ക് കട്ടായി പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് വേറെ കാര്യങ്ങൾക്ക് പോയി. അപ്പൊ ഞാൻ വന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ ഇന്ന് ഒരു ഫേസ് മാസ്ക് ആണ് ട്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് പേര് റിവ്യൂ കണ്ടിട്ട് അവർ ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു റൈസ് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ റിസൾട്ട് എന്തായാലും കിട്ടോ ഇല്ലോ എന്നുള്ളത് നമുക്ക് എന്തായാലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു 100% ഉറപ്പ്. കാരണം ആ ഫേസ് മാസ്ക് ചെയ്ത എല്ലാവരും അതിൽ പറയുന്നത് 100% റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് ഇടുമ്പോഴാണെങ്കിലും ഇന്നിട്ടിട്ട് ഇപ്പൊ ഞാൻ പല ഫേസ് മാസ്കിന്റെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട ഒരു കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ആൾക്കാരുടെ ശരീരത്തിൽ ഇടുക എന്നുള്ള ഒരു കമൻ്റൊക്കെ നമ്മളിങ്ങനെ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അതൊരു തരത്തിലതൊരു ബോഡി ഷെയ്മിങ് ആണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഒരു സ്കിന്നിന് ഒരു കളറുണ്ട്. നമ്മൾ ഇതുപോലെ ഫേസ് മാസ്ക് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മുടെ കളറിന്റെ 1-2 കളറ് ചേഞ്ച്, അല്ലെങ്കിൽ സ്കിൻ ടോൺ 1-2 സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇതിപ്പോ എന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ്, ഒരുപാട് വെളുത്തതല്ല. അപ്പോൾ ഈ സ്കിൻ ടോണിനെക്കാളും ഒരു 2-3 ഷെയ്ഡ് നമ്മൾ ഫേസ് മാസ്കുകൾ ഇടുമ്പോൾ, ഇങ്ങനത്തെ ഫേസ് മാസ്കുകൾ ഇടുമ്പോൾ 1-2 ഷെയ്ഡുകൾ കൂടും എന്നാണ്. അപ്പം കണ്ടിന്യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് ഇടുമ്പോഴും ഇന്നിട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ എനിക്ക് കളർ വന്നില്ലേ എന്ന് പറയരുത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇട്ടാലാണ് നമുക്ക് ആ ഫേസ് മാസ്കിന്റെ റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഇന്നിട്ടിട്ട് നാളെ വന്നിട്ട് അയ്യോ എനിക്ക് കളർ വെച്ചില്ല, നിങ്ങൾ പറയണ മുഴുവൻ നുണയാണ് എന്ന് അല്ല. അങ്ങനെയല്ല ശരിക്കും. നമ്മളിപ്പോൾ ഏതൊരു ഫേസ് മാസ്ക് ഇട്ടാലും അത് 2-3 ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും നമ്മൾ അത് ശരിക്കും നോക്കണം. അതൊരു റുട്ടീൻ പോലെ നമ്മൾ കൊണ്ടുവന്ന് നടന്നാലാണ് അതിൻ്റെ ഒരു എക്സാക്ട് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ കാര്യമായിട്ട് ആരും ഉപദേശിക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒരു ഫേസ് മാസ്കിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വന്ന ഒരു കമൻറ്റിന് ഇതിപ്പോൾ പറഞ്ഞ ഒരു അങ്ങനെ വന്നപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാ ചാനലിലും പറയണ പോലെ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ മേക്കപ്പ് കാര്യങ്ങൾ, അങ്ങനത്തെ എൻ്റെ ലോകമാണ്. അപ്പോൾ അതിൽ കുറേ പൊട്ടത്തരങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തെന്നുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയണ പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത കാണുന്ന വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം താഴെയുള്ള ആ ബെൽ ബട്ടണും കൂടി സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഞെക്കിയേരെ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചോറാണ്. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബസ്മതി ആണെങ്കിലും സാധാ അരി ആണെങ്കിലും. പിന്നെ തേനും പിന്നെ ഒരു വിറ്റാമിൻ ഇയുടെ ഒരു ടാബ്ലറ്റും ആട്ടോ. ഫേസ് മാസ്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഫേസിൽ പരട്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഏതൊരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഫേസ് പാക്ക് ഇടാൻ. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഡേർട്സ് ഒക്കെ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പം അതിൽ ഭയങ്കര ഇതായിട്ട് മാറും. അപ്പോൾ കുരുക്കളൊക്കെ വരാനുള്ള വളരെയേറെ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മളിതാ ഫേസ് മാസ്ക് ഇടുകയാണ്. ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റോളം നമ്മൾ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ.
അപ്പൊ ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 15-20 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡ്രൈ ആയതിനു ശേഷം കാണാം ഗൈസ്. ബൈ. നമ്മുടെ മാസ്ക് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകണം. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ നമ്മുടെ ഇത് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് നമുക്കൊരു നന്നായിട്ടൊന്ന് വെറ്റാക്കിയിട്ട് വേണം നമുക്കിത് മാച്ച് കളയാൻ. അപ്പോൾ നമുക്ക് മുഖം ഫേസ് കഴുകിയിട്ട് വരാം. ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ദാ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ കണ്ടോ, സ്കിന്നിന്റെ ഇത് കണ്ടോ, ഗ്ലോ കണ്ടോ? കണ്ടോ, നമ്മള് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് സ്കിന്ന് നന്നായിട്ട് വൈറ്റനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ നമുക്ക് മൊത്തം ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ഫേസ് ഒക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. സത്യം പറയാലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നല്ലൊരു എന്റെ നേരത്തെ സ്കിന്നിനേക്കാളും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. അതെനിക്ക് വാഷ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എങ്ങനെയത് പറയണേന്ന് അറിയത്തില്ല, നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഈ ഫേസ് മാസ്ക് വർക്കിംഗ് ആണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ചീത്ത വിളിക്കാം. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഇതെന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗ്ലോ മാത്രമല്ല കേട്ടോ, സ്കിന്നിന് കിട്ടി നല്ലൊരു പിഗ്മെന്റേഷൻ ഒക്കെ മാറി സ്കിന്നിന്റെ ഒരു ടോൺ ഒരു 2 ഇതും കൂടെ കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ സ്കിൻ അത്രയും ഭയങ്കര ഡള്ളായിട്ടാണ് ഇരുന്നത്. അപ്പൊ നല്ലൊരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ നല്ല ഗ്ലോ ഉണ്ട്. അതുപോലെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ. തൊട്ട് നോക്കുമ്പോ ഇങ്ങനെ പൊതു നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ സ്കിന്നിൽ നമ്മൾ തൊടുമ്പോ അവരുടെ കവിൾ തൊടുമ്പോ നമുക്കൊരു ഇതുമില്ല, അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.